അദ്ദേഹത്തെ കൈവീശി യാത്രയാക്കി ദുബായിയുടെ ഭരണാധികാരി എക്സിൽ കുറിച്ച വാക്കുകൾ ഇങ്ങനെ: ഞാനിന്ന് എൻ്റെ സഹോദരനെ കണ്ടു, ഈ രാജ്യത്തിൻ്റെ പ്രസിഡന്റിനെ കണ്ടു. അതിനുശേഷം അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഞങ്ങൾ ഈ രാജ്യത്തെ പറ്റിയുള്ള ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തു. ഈ രാജ്യത്തെയും അന്തർദേശീയ അപ്ഡേറ്റുകളെയും കുറിച്ച് ഒരുപാട് സംസാരിച്ചു. അതുകൊണ്ട് തന്നെ ഈ ഒരു വെള്ളിയാഴ്ച ധന്യമാണ്. സൗഹൃദങ്ങൾ ഊട്ടിയുറപ്പിക്കുന്ന ഒരു നല്ല കൂടിച്ചേരൽ. പിന്നീട് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: പടച്ചവന്റെ കാവൽ അദ്ദേഹത്തിന് എന്നും ഉണ്ടാവട്ടെ എന്ന്. കൂടെ രാജ്യത്തിനും രാജ്യത്തിൽ ജീവിക്കുന്ന ആളുകൾക്കും പടച്ചവന്റെ കാവൽ ഉണ്ടാവട്ടെ എന്നും പറഞ്ഞുകൊണ്ട് വികാരനിർഭരമായിട്ടാണ് ആ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. രാജ്യത്തിന്റെ പ്രധാന കാര്യങ്ങൾ പങ്കുവെക്കുന്നതോടൊപ്പം ഈ രാജ്യത്തെയും രാജ്യത്തിൽ ജീവിക്കുന്ന നമ്മളെ പോലുള്ളവരെയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തി ചേർത്ത് നിർത്തുന്ന ഇദ്ദേഹത്തിന്റെ കരുതൽ തന്നെയാണ് ലോക നേതാക്കളുടെ ഇടയിൽ ദുബായ് ഭരണാധികാരി ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന് പകരം വെക്കാനില്ലാത്ത നേതാവായി ലോകം കാണുന്നത്.